സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു 69 വാക്യങ്ങളാണ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാക്കുകൾ പഠിക്കാതെ വാക്യങ്ങൾ പഠിക്കുക. കാരണം അതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇതുപോലെ കുറേ സെഷൻസ് നമ്മൾ ചെയ്താണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച ഒരു വാക്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ കൈമുട്ട് മുറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കൈമുട്ട് ചതഞ്ഞു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് ഹർട്ട് മൈ എൽബോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹർട്ട് എന്നുള്ളതിന് മുറിഞ്ഞെന്നും ചതഞ്ഞെന്നുള്ളൊരർത്ഥമുണ്ട്. ഐ ഹാവ് ഹർട്ട് മൈ എൽബോ. ഐ ഹാവ് ഹർട്ട് മൈ എൽബോ. എനിക്ക് തോന്നുന്നു നമുക്ക് വഴി തെറ്റി എന്നാണ്. ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. നമ്മൾ സാധാരണ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നൊരു കാര്യമാണ് അല്ലേ? ഇങ്ങനെ ചോദിക്കാം, ക്യാൻ യു ഗെറ്റ് സംതിങ് ടു ഈറ്റ്, അല്ലെങ്കിൽ ക്യാൻ യു ബ്രിങ് സംതിങ് ടു ഈറ്റ് എന്നും ചോദിക്കാം. ക്യാൻ യു ഗെറ്റ് സംതിങ് ടു ഈറ്റ്? ക്യാൻ യു ഗെറ്റ് സംതിങ് ടു ഈറ്റ്? ദയവായിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക. പ്ലീസ് ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. പ്ലീസ് ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. പ്ലീസ് ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. മേശ നിരക്കരുത്. പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ദി ടേബിൾ. പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ദി ടേബിൾ. പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ദി ടേബിൾ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ വിഷ് ഐ വർ ദെയർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ഇമാജിനറി സെൻറ്റൻസ് ആണ്. കാരണം എന്താണ്? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്താണ് അല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇമാജിനറി സെൻറ്റൻസിനാണ് ഇങ്ങനെ ഐ വെയർ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലത്തെ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഐ വിഷ് ഐ വെർ ദെയർ. ഐ വിഷ് ഐ വെർ ദെയർ. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? നിനക്ക് നീന്തൽ അറിയാം. ഡു യു നോ സ്വിമ്മിങ്? അല്ലെങ്കിൽ നിനക്ക് കുക്കിംഗ് അറിയാം. ഡു യു നോ കുക്കിംഗ്? ഡു യു നോ ഡ്രൈവിംഗ്? നിനക്ക് ഡ്രൈവിംഗ് അറിയാവോ? ഡു യു നോ സ്വിമ്മിങ്? ഡു യു നോ സ്വിമ്മിങ്? അവൻ എല്ലാ ദിവസവും 12 മണിക്കൂർ ജോലി ചെയ്യും. ഹി വർക്ക്സ് ഫോർ 12 hours എവ്രി ഡേ. ഇവിടെ ശ്രദ്ധിക്കുക, ഹവേഴ്സ് എന്നല്ല പറയുന്നത്, എച്ച് സൈലൻ്റ് ആണ്, അവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ആണെങ്കിലോ, ഞാൻ 12 മണിക്കൂർ ജോലി എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ വർക്ക് ഫോർ 12 hours എവ്രി ഡേ. He works for 12 hours every day. അവൻ എന്താണ് കൊണ്ടുവന്നത്? What did he bring? What did he bring? What did he bring? നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. I am glad you like it. I am glad you like it. I am glad you like it. അവൻ വന്ന് കഴിഞ്ഞാണ് ഞാൻ വന്നത്. I reached after him. I reached after him. I reached after him. നീ വാതിൽ നടച്ചേ. Please lock the door. പ്ലീസ് ലോക്ക് ദ ഡോർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് വേണമെങ്കിലും പറയാം. തുണിയൊന്ന് തേക്കോ. പ്ലീസ് അയൺ ദ ക്ലോത്ത്സ്. പ്ലീസ് അയൺ ദ ക്ലോത്ത്സ്. പ്ലീസ് അയൺ ദ ക്ലോത്ത്. ഞാൻ ടെന്നീസ് കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ടെന്നീസ്. ഐ ഡോണ്ട് പ്ലേ ടെന്നീസ്. ഐ ഡോണ്ട് പ്ലേ ടെന്നീസ്. ഇപ്പോൾ അവനാണെങ്കിലോ, ഹി ഡസൻറ്റ് പ്ലേ ടെന്നീസ്. അങ്ങനെയാണെങ്കിൽ അവൻ വീട്ടിൽ കാണും. ദെൻ ഹി ഷുഡ് ബി അറ്റ് ഹോം. Then he should be at home. Then he should be at home. അവൻ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. He left her alone. He left her alone. He left her alone. അവൻ എന്നെ കരയിച്ചു. He made me cry. He made me cry. He made me cry. അതങ്ങ് മാറ്റി വെച്ചേ. Please keep it aside. Please keep it aside. Please keep it aside. ഞാൻ ഒരിക്കലും കടം വാങ്ങാറുമില്ല, കൊടുക്കാറുമില്ല. I never lend or borrow money. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഐ ഡോണ്ട് ലെൻഡ് ഓർ ബോറോ മണി എന്നും പറയാം. അത് ആരുടെ വീടാണ്? ഹൂസ് ഹൗസ് ഈസ് ദാറ്റ്? ഹൂസ് ഹൗസ് ഈസ് ദാറ്റ്? ഹൂസ് ഹൗസ് ഈസ് ദാറ്റ്? ഒരു മറുപടിയുമില്ല. ദർ ഇസ് നോ റെസ്പോൺസ്. ദർ ഇസ് നോ റെസ്പോൺസ്. ദർ ഇസ് നോ റെസ്പോൺസ്. ഞാൻ നിന്നെക്കൊണ്ട് മടുത്തു. ഐ എം ഫെഡ് അപ്പ് വിത്ത് യു. ഐ എം ഫെഡ് അപ്പ് വിത്ത് യു. ഐ എം ഫെഡ് അപ്പ് വിത്ത് യു. ഈ ഫോം ഒന്ന് പൂരിപ്പിച്ച് വലിയ അക്ഷരത്തിൽ മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. പ്ലീസ് ഫിൽ ദിസ് ഫോം. യൂസ് ഓൺലി അപ്പർ കേസ് ലെറ്റേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഇച്ചിരി നല്ല ഇംഗ്ലീഷ് എന്താണ്? അപ്പർ കേസ് ലെറ്റേഴ്സ് എന്നാണ്. അപ്പോൾ സ്മോൾ ലെറ്ററിന് എന്ത് പറയും? ലോവർ കേസ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഫിൽ ദിസ് ഫോം. യൂസ് ഓൺലി അപ്പർ കേസ് ലെറ്റേഴ്സ്. പ്ലീസ് ഫിൽ ദിസ് ഫോം. യൂസ് ഓൺലി അപ്പർ കേസ് ലെറ്റേഴ്സ്. അതിന് എത്ര സമയമെടുത്തു? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? How long did it take? നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? Why are you standing there? Why are you standing there? Why are you standing there? ആ ഉപ്പൊന്നും തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആഞ്ഞു പോയി എടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. Can you pass the salt? Can you pass the salt? അല്ലെങ്കിൽ Can you pass the curry? നീ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചു? Why did you think so? Why did you think so?
Why did you think so? ഇപ്പം നീ ശരിയായ പാതയിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരാളോട് പറയണം, ഇപ്പം നീ കാര്യങ്ങളൊക്കെ ശരിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. You are on the right path. You are on the right path. You are on the right path. എനിക്കൊന്നും തോന്നുന്നില്ല. I don't feel anything. I don't feel anything. I don't feel anything. ഞാൻ റോഡിലെ തിരക്കിൽപ്പെട്ട് കിടക്കുകയാണ്. I am stuck in the traffic. I am stuck in the traffic. I am stuck in the traffic. നഖം കടിക്കരുത്. Don't bite your nails. Don't bite your nails. Don't bite your nails. ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ് കേട്ടോ. I told you many times. I told you many times. I told you many times. എൻ്റെ പാഴ്സൽ എപ്പോൾ കിട്ടും? നമ്മൾ സാധാരണ കൊറിയറൊക്കെ താമസിച്ചാൽ വിളിച്ച് ചോദിക്കല്ലേ, when will I get the parcel? When will I get the parcel? When will I get the parcel? ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. Sorry for the trouble. Sorry for the trouble. Sorry for the trouble. നിൻ്റെ പേന ഒന്ന് തരാമോ? Can I borrow your pen? Can I borrow your pen? Can I borrow your pen? അല്ല ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, Can I use your pen? വേറെ എന്തൊക്കെയാണ് വേണ്ടത്? What else do you need? What else do you need? What else do you need? അവൻ അവിടെ ഇല്ലായിരുന്നു. He wasn't there. He wasn't there. He wasn't there. പിന്നെ നീ എവിടെയായിരുന്നു? Then where were you? Then where were you? Then where were you? നീ അത് ചെയ്യേണ്ടതായിരുന്നു. You should have done it. You should have done it. You should have done it. അടുത്ത ബസ് എപ്പോഴാണ്? When is the next bus? When is the next bus? When is the next bus? അവൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. He is such a nice person. He is such a nice person. He is such a nice person. ഈ പേനയ്ക്ക് എത്ര രൂപയായി? How much is this pen? How much is this pen? How much is this pen? എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാമോ? Do you know what to do? Do you know what to do? Do you know what to do? ഞാൻ ഈ ബുക്ക് ഒന്ന് എടുത്തോട്ടെ. May I take this book? May I take this book? May I take this book? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? Do you need any help? Do you need any help? Do you need any help? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. Please feel free to ask me any help. Please feel free to ask me any help. Please feel free to ask me any help. എൻ്റെ എഴുത്ത് കിട്ടിയായിരുന്നോ? Did you get my email? Did you get my email? Did you get my email? അല്ല ഇങ്ങനെ വേണം ചോദിക്കാം അല്ലേ. Have you got my email? Have you got my email? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തേത് സിമ്പിൾ പാസ്റ്റ് ടെൻസും രണ്ടാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആണല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചാപ്റ്റർ 7 പഠിച്ചാണല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ല, കാണുക. ഐ എം എ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാംസഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഐ എം എ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സസ്യാഹാരം കഴിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർ പാലും കുടിക്കാറുണ്ടല്ലേ. അപ്പോഴേ പിന്നെ ഈ പാലെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് വരുന്നത്? അത് മൃഗത്തിൽ നിന്ന് വരുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ വെജിറ്റേറിയൻസ് സാധാരണ പാല്, തൈര്, നെയ്യൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ മൃഗത്തിൽ നിന്നുള്ള ഒന്നും കഴിക്കാത്തവരാണ് വീഗൻസ്. അതാണ്, അല്ലെങ്കിൽ വീഗൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗത്തിൽ നിന്നുള്ള ഒന്നും ഇല്ലാത്തവരാണ്. ഐ എം എ വീഗൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മൃഗത്തിൽ നിന്ന് വന്ന ഒന്നും കഴിക്കത്തില്ല. പാല് കഴിക്കത്തില്ല, തൈര് കഴിക്കത്തില്ല, നെയ്യ്, അങ്ങനത്തെ ഒറ്റ സാധനം ഇല്ലാത്തവരാണ് വീഗൻ. ഇനിയിപ്പോഴും വേറെ ചോദ്യം ചോദിച്ചിട്ട് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ആർ യു എ വെജിറ്റേറിയൻ ഓർ എ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബോത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട. നിങ്ങൾ പിന്നെ സസ്യാഹാരം കഴിക്കും, മാംസാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ബോത്ത് എന്ന് പറയണ്ട. ഐ എം എ നോൺ വെജിറ്റേറിയൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ എം എ നോൺ വെജിറ്റേറിയൻ, ഐ എം എ വെജിറ്റേറിയൻ ഓർ ഐ എം എ വീഗൻ. ഇനി നമുക്ക് ടി വി കാണാം. ഇറ്റ്സ് എ ടൈം ടു വാച്ച് ടി വി. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നൗ ലെറ്റ്സ് വാച്ച് ടി വി. Now let's watch TV. ആ എ സി ഒന്ന് ഓണാക്കിയേ. പ്ലീസ് ടേൺ ഓൺ ദി എ സി. പ്ലീസ് ടേൺ ഓൺ ദി എ സി. ഇവിടെ നമ്മൾ സാധാരണ സ്വിച്ച് ഓൺ എന്ന് പറയാറില്ലേ, അതിനേക്കാൾ നല്ല ഇംഗ്ലീഷ് എന്താണ്? ടേൺ ഓൺ എന്ന് പറയുന്നതാണ്. ആ എ സി ഒന്ന് ഓഫ് ആക്കിയേ. പ്ലീസ് ടേൺ ഓഫ് ദി എ സി. പ്ലീസ് ടേൺ ഓഫ് ദി എ സി. പ്ലീസ് ടേൺ ഓഫ് ദി എ സി. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുന്നില്ല. ഐ വോണ്ട് ലെറ്റ് യു ഗോ. I won't let you go. I won't let you go. ഇവിടെ won't എന്നുള്ളത് will not എന്നാണ് അല്ലേ. എനിക്കറിയാം അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്. I know where he works. I know where he works. I know where he works. അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, നീ എവിടെയാണ് താമസിക്കുന്നത് എനിക്കറിയാമെന്ന് എങ്ങനെ പറയാൻ പറ്റും? I know where you live. I know where you live. ഇസബൽ എന്നെ കഴിക്കാൻ അനുവദിച്ചില്ല. ഇസബൽ എൻ്റെ കുഞ്ഞാണ്. ഇപ്പം ഞാൻ എന്തായാലും ചെയ്ത് കഴിക്കാൻ ചെന്നപ്പോൾ തന്നെ ഇസബൽ വന്ന് പാത്രം വാങ്ങിക്കുകയൊക്കെ ചെയ്തില്ലേ. എപ്പോഴെങ്ങനെ പറയാൻ പറ്റും? ഇസബൽ didn't let me eat. Isabel didn't let me eat. അവൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങി. He has prepared well for the exam. He has prepared well for the exam. He has prepared well for the exam. അടുത്ത തിങ്കളാഴ്ച വരെ ഞാൻ ഇവിടെ ഉണ്ട്. ഐ എം ഹിയർ ടിൽ നെക്സ്റ്റ് മൺഡേ. ഐ എം ഹിയർ ടിൽ നെക്സ്റ്റ് മൺഡേ. ഐ എം ഹിയർ ടിൽ നെക്സ്റ്റ് മൺഡേ. കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഐ വാസ് ദെയർ ടിൽ ലാസ്റ്റ് സാറ്റർഡേ. ഐ വാസ് ദെയർ ടിൽ ലാസ്റ്റ് സാറ്റർഡേ.
I was there till last Saturday. നീ എന്നെ വിഷമിപ്പിക്കാണ്. You are making me sad. You are making me sad. You are making me sad. അവൻ അവളെ ഒരു വിഡ്ഢിയാക്കുകയാണ്. He is making her fool. He is making her fool. He is making her fool. ഒരു ഒഴിവഴിവും പറയണ്ട. No excuses please. No excuses please. No excuses please. എനിക്കങ്ങനെ ഓർക്കാൻ കൂടി വയ്യ. I can't even think so. I can't even think so. I can't even think so. ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല. He never listens to anyone. He never listens to anyone. He never listens to anyone. ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത്? Why would I call him? Why would I call him? Why would I call him? അവൻ എന്നാ പറ്റി? What happened to him? What happened to him? What happened to him? ഞാനൊന്നും ചെയ്തില്ല. I didn't do anything. I didn't do anything. I didn't do anything. അവനൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഇത് രണ്ട് രീതിയിൽ പറയാം. He has a computer അല്ലെങ്കിൽ he has got a computer. He has got a computer. അവനൊരു കപടനാണ് അല്ലെങ്കിൽ കാപട്യക്കാരനാണ്, കുടിലനാണ് എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? He is a hypocrite. He is a hypocrite. നമ്മൾ പറയാറില്ലേ പല രാഷ്ട്രീയക്കാരും കപടരാണെന്ന് പറയത്തില്ലേ? അപ്പോൾ നമുക്ക് ആ ഏത് വാക്ക് ഉപയോഗിക്കാം? ഹിപ്പോക്രാറ്റ് എന്ന് ഉപയോഗിക്കാം. ഹി ഈസ് എ ഹിപ്പോക്രാറ്റ്. ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഐ എം എബൌട്ട് ടു ലീവ്. ഐ എം എബൌട്ട് ടു ലീവ്. ഐ എം എബൌട്ട് ടു ലീവ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.